കേരളത്തിലെ ഓരോ മലയാളിയും നിയമപാലകരും ഭരണകർത്താക്കളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വീഡിയോയാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അതിനുള്ള ഒരു കാരണം, ഞാൻ PFC മുക്കം, ഞാൻ ഇന്ത്യൻ സൈന്യത്തിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ബെസ്റ്റ് സോൾജർ മെഡൽ ഹോൾഡറാണ്. അതുപോലെ സ്വദേശത്തും വിദേശ രാജ്യങ്ങളിലുമായി കൺസ്ട്രക്ഷൻ മേഖലയിൽ ഒരു 40 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയുമാണ്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം, നമ്മൾ ഇന്നത്തെ സാഹചര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ട കേസുണ്ട്. ഏതാണ്ട് 35 ലക്ഷത്തിലധികം ഈ സംസ്ഥാനേതര ജോലിക്കാർ ഇന്നിവിടെ പണിയെടുക്കുന്നു നോക്കുക. എന്തുകൊണ്ടാണ് ഇത്രയും? ഞാൻ ഇന്ത്യയിൽ, ഞാൻ പറഞ്ഞല്ലോ, വിദേശത്തും സ്വദേശത്തും ഇന്ത്യയിലൊക്കെ ഒരുപാട് നാടുകളിൽ പണിയെടുക്കുന്നു. ഇന്ന് ഈ കേരളത്തിലും സംസ്ഥാനത്തിന്റെ ഇതര ഭാഗങ്ങളിലും ഞാൻ പണിയെടുക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും ആൾക്കാർ നമ്മുടെ കേരളത്തിൽ വന്ന് പണിയെടുക്കാൻ കാരണം എന്താണ്? ഇതിന് ചില സാഹചര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ യുവാക്കൾ ആരും പണിക്ക് ഇറങ്ങുന്നില്ല. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് എനിക്കറിയാം, ഞാനൊക്കെ നല്ലപോലെ അധ്വാനിച്ചിരുന്ന എല്ലാ മലയാളിയും ഞങ്ങൾ കൂട്ടുകാർ തന്നെയായിരുന്നു പണിയെടുത്തുകൊണ്ടിരുന്നത്. അന്നൊക്കെ വളരെ റെയറാണ് ആൾക്കാർ, കുറച്ച് തമിഴന്മാർ അണ്ണന്മാരുണ്ടായിരുന്നു, ഇവരില്ലായിരുന്നു. പക്ഷെ അവർ നന്നായിട്ട് പണിയെടുക്കുന്നവരായിരുന്നു. ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ? ഇന്നത്തെ കാര്യങ്ങളൊക്കെ പിടിവിട്ടിരിക്കുന്നു. ഈ 35 ലക്ഷം പേര് ഇവിടെ ഇന്ന് ഉച്ചപ്പണിയാണ് പല സ്ഥലങ്ങളിൽ. 35 ലക്ഷം ആൾക്കാർ ഇവിടെ പണിയെടുക്കുന്നതിൽ കൂടുതലും ഹോട്ടൽ മേഖലകളിലും കൺസ്ട്രക്ഷൻ മേഖലകളിലുമാണ്. ഇപ്പോൾ തൊട്ട് കർപ്പൂരം വരെ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഇവരായി കഴിഞ്ഞു. എന്തുകൊണ്ടാണ്? നമ്മുടെ മലയാളികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പൊക്ക് പോയാൽ നമ്മുടെ വരും തലമുറയോട് നമ്മൾക്ക് ഒരു ഉത്തരവും പറയാനുണ്ടാവില്ല. ഇന്ന് ഉച്ചപ്പണി പോയി ഇപ്പൊ കൂലി കൂട്ടാൻ സംവിധാനം ഞാൻ ഈ കഴിഞ്ഞ ദിവസം പൂരാച്ചൂർ വെച്ചുണ്ടായ അനുഭവമാണ് പറയുന്നത്. എല്ലാ സ്ഥലത്തും ഇവര് യൂണിറ്റ് ഉണ്ടാക്കിയിട്ട് ഇവരൊരു ഗ്രൂപ്പുണ്ട്. ഇവർ പറയുന്നതനുസരിച്ച് ഒരു ദിവസം ഇവിടെ ഒരു വീടിന്റെ പണി നടക്കുന്നു. എല്ലാ പരിപാടികളും കഴിഞ്ഞ് 4-5 ദിവസം 900 രൂപയും ഫുള്ള് ചെലവെന്ന് പറഞ്ഞു. രാവിലെ മുതൽ ഒരു ലേഡീൻ്റെ വീട്ടിലാണ് പണി നടക്കുന്നത്. അപ്പൊ അവരുടെ ഭർത്താവ് ഗൾഫിലാണ്. അങ്ങനെ പണി നല്ല ഫുഡ് കൊടുക്കുന്നു. ഞാൻ അവിടെ ഉണ്ട്, സൂപ്പർവിഷൻ ചെയ്യായിരുന്നു. 6-ാം ദിവസം ഇവർ പറയാണ്, കോൺക്രീറ്റ് ആയിട്ട് ഇവർ പറയുന്നു, നാളെ മുതൽ 1000 രൂപ കൂലി വേണം. കുടുങ്ങിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. 900 രൂപയ്ക്ക് പണിയെടുത്തിരുന്നു, ചെലവടക്കം 900 രൂപയ്ക്ക് പണിയെടുത്തിരുന്ന അവര് 1000 രൂപ വേണമെന്ന് പറഞ്ഞു. നിവൃത്തിയില്ലാതെ ആ ലേഡി പറയാൻ എന്തെങ്കിലും ആട്ടെ 1000 കൊടുക്കുകയാണ്. അപ്പൊ ഇത് ഇവരുടെ ഒരു സിസ്റ്റമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആർക്ക് 35 ലക്ഷം ആൾക്കാർ മിനിമം 10,000 രൂപ വെച്ച് ഇവരുടെ നാട്ടിലേക്ക് അയച്ചാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. 3500 കോടി രൂപ നമ്മുടെ മക്കൾ അനുഭവിക്കേണ്ട, കേരളത്തിലെ ആൾക്കാർ അനുഭവിക്കേണ്ട പണമാണ് നമ്മുടെ സംസ്ഥാന സ്ഥലങ്ങളിലേക്ക് സംസ്ഥാന ഇതര സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് വലിയ ഭവിഷ്യത്താ വരുത്താൻ പോകുന്നത് നമ്മുടെ കേരളത്തിൽ. ഇവിടെ എന്ത് വരുമാനമുള്ള കേരളത്തിൽ ഞാനൊക്കെ ഗൾഫിൽ ജോലി ചെയ്തിരുന്നത്. ഇവിടുത്തെ മലയാളികൾ അവിടെ പോയിട്ട് എന്തെല്ലാം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിരുന്ന പണമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇന്ന് ഇതില്ല. ഇന്ന് കുറച്ച് മക്കളുള്ളത് യൂറോപ്യൻ രാജ്യങ്ങളിൽ കയറി പോവാണ്. എന്താ ഇവിടെ ഒരു തൊഴിലുമില്ല. കല്യാണത്തിന് ഇത് ആലോചിച്ചു നോക്കും. എനിക്ക് കൃത്യം അറിയാം. ഞാനൊരു സംസ്ഥാന ബ്യൂറോയുടെ അംഗത്വമുള്ള ആളാണ്. അവിടെ കിട്ടുന്ന റിസൾട്ട് എന്താണെന്നറിയോ? 10-6 10 ആൺകുട്ടികൾക്ക് 6 പെൺകുട്ടികളേ ഉള്ളൂ. അതിൽ നമ്മുടെ ആൺകുട്ടികളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താ? +2. പിന്നെന്താ? ഓട്ടോറിക്ഷ ഡ്രൈവർ, അതല്ലെങ്കിൽ ബ്രോക്കർ. ഇതാണ് വരുത്ത നിലവാരം. ഇതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ കല്യാണം കഴിക്കാത്ത ക്രിസ്ത്യൻസിൽ മാത്രം 2 ലക്ഷം ആൾക്കാരുണ്ട്. എനിക്ക് കൃത്യ കണക്കറിയാം. 2 ലക്ഷം ആൾക്കാർ യുവാക്കൾ 35 വയസ്സ് കഴിഞ്ഞവര്. ഹിന്ദുസിനും അതിന്റെ മുകളിലാണ്. ഏതാണ്ട് ആവറേജ് ഒത്തുപോകുന്ന മുസ്ലിംസ് മാത്രമാണ്. നമ്മൾ ഈ കേരളത്തിൽ നമ്മൾ ഓരോ രാജ്യത്തിനും നമ്മുടെ വീടിനും നമ്മുടെ സംസ്ഥാനത്തിനും രാജ്യത്തിനും പൂർവ്വമായിരിക്കണം. എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്. പക്ഷേ ഈ ജോലിക്ക് വരുന്നവർ നമ്മൾ കർശനമായ ചില നിബന്ധനകൾ വെച്ചേ പറ്റൂ. ഇവരോട് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ലഹരി വസ്തുക്കൾ കൂടി, അനാശാസ്യങ്ങൾ കൂടി, എല്ലാം കൂടി. അതിന് പരിഹാര മാർഗങ്ങൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇത് എഴുതി വെച്ചതാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് ഓർത്ത് പറയാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇവർക്ക് കൊടുക്കേണ്ട കൂലിയെ പറ്റി നമ്മൾ ഗൂഗിൾ അല്ലാതെ പേടിഎം അല്ലാതെ ആരും ഇവർക്ക് പണം കൊടുക്കരുത്. ഈ കഴിഞ്ഞ ദിവസം മിലിറ്ററി ഇന്റലിജൻസ് പിടിച്ച കേസാണ്. 50 ആധാർ കാർഡുകൾ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അതായത് ബംഗ്ലാദേശിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നവരാണ്. ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഇവിടെ ആധാർ കാർഡ് നിർമ്മിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ഇവർക്ക് ഗൂഗിൾ അക്കൗണ്ട് ഇല്ലാത്തവർ ആരും ഇന്ന് ഇന്ത്യയിൽ അക്കൗണ്ട് ഇല്ലാത്തവരില്ല. അക്കൗണ്ട് ഇല്ലാത്തവർക്ക് പണം കൊടുക്കരുത്. നമ്മൾ ലിക്വിഡ് മണി കൊടുക്കരുത്. ഇത് കൊടുക്കുമ്പോഴാണ് ഈ കണ്ണിലും കഞ്ചാവും മുന്തോ കുറച്ച് വാങ്ങാൻ ഒരു പണം ഉണ്ടാക്കുന്നത്. അനാശാസ്യങ്ങൾക്ക് പണം ലിക്വിഡ് ത്രൂ ഗൂഗിൾ ത്രൂ ആകുമ്പോൾ അവർക്ക് രേഖയായി ഗവൺമെന്റിന് കണ്ടുപിടിക്കാൻ എളുപ്പമാകും. അതുപോലെ ഇവരുടെ കൂലി നമ്മൾ നിയമം ഉണ്ടാക്കണം. ഇതിപ്പോൾ ചിലർക്ക് 1000, ഇന്ന് മലയാളികൾക്കൊന്നും നല്ല കൂലി, അവർക്കാണ് കൂലി. അവർ തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങൾ പോയിരിക്കും. കാരണം എന്താ? മലയാളികൾ എല്ലാവരും അലസരാണ്, പണിയെടുക്കാൻ വരുന്നില്ല ആരും. എല്ലാവരും എവിടെയും കളിക്കാൻ കുത്തിയിരുന്ന് കുറ്റം പറഞ്ഞിരിക്കുകയുള്ളൂ.
ഞാൻ നിങ്ങളോട് വാണിംഗ് ആയിട്ട് പറഞ്ഞു എൻ്റെ അനുഭവം വെച്ച്. ഞാനൊരു സീനിയർ സിറ്റിസനാണ്. അനുഭവം ഈ പോക്ക് പോയാൽ നമ്മുടെ വരും തലമുറ വലിയ കഷ്ടത്തിലേക്ക് പോകും. ഒരു കാര്യം നടക്കാത്ത സ്ഥിതി അവരുടെ കയ്യിലായിരിക്കും എല്ലാം. കല്യാണം കഴിച്ചവർ നിങ്ങൾ ഓർത്തോ, 112 പേര് നമ്മുടെ കേരളത്തിൽ നിന്ന് പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കഴിഞ്ഞു. ആര്? ഈ പറയുന്ന സംസ്ഥാനേതര ജീവനക്കാർ വന്നിട്ട്. എന്തുകൊണ്ടാണ്? ഒരു പെൺകുട്ടി പറഞ്ഞ കേസ് എനിക്കറിയാം. സാറേ, അവന് പണിയെടുത്താൽ 1000 രൂപ കിട്ടിയാൽ 700 എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തരുമെന്ന് ഒരു പെണ്ണ് തൻ്റെ അടുത്തോടുകൂടി പറഞ്ഞാൽ ഇവിടുത്തെ മക്കൾ ചിന്തിച്ചോളി. ഇതൊക്കെ ഞാൻ പറയുന്നത്, ഇവർക്ക് പുറത്തുനിന്ന് വരുന്നവർക്ക് നമ്മൾ പണം ലിക്വിഡ് കൊടുക്കരുത്. 2 വാടക സ്ഥലങ്ങൾ ഇവർ 10-15 പേര് കൂടി അങ്ങോട്ട് കൂടി കിടക്കുക. എന്തൊരു വൃത്തിയാണ്. ഞാൻ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്. ചോറ് വാർക്കുന്നത് യൂറോപ്യൻ ക്ലോസറ്റിന്റെ മുകളിൽ വെച്ചിട്ടാണ്, തറയിടുന്നതാണ്. അത്ര വൃത്തിയാണ്. അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വാടക, നല്ല വാടക വാങ്ങാൻ നമ്മുടെ പണം നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഗൾഫ് നാടുകൾക്ക് പണിയെടുത്ത അവർക്ക് നിയമങ്ങൾക്ക് പാലിച്ച് ഞങ്ങൾക്ക് പണിയെടുത്തിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ ഇത്ര ശതമാനം പൈസ അവിടെ ചെലവഴിക്കണമെന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യണം? നമ്മൾ റൂം കൊടുക്കുന്ന 2 പേർക്ക് റൂമിന് അലവർ കൊടുക്കരുത്. നല്ല വാടക വാങ്ങണം, വൃത്തിയായി പാലിക്കാൻ പറയണം. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറെ പണം നമ്മുടെ നാട്ടിൽ തന്നെ കിടന്ന് കറങ്ങും. ഇവരിത് എന്ത് ചെയ്യും? മാസം 10,000 രൂപ വെച്ച് അയച്ചാൽ പോലും നമ്മൾ കണക്കൂട്ടിക്കുക 3,500 കോടി കൊടുക്കുന്ന പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പിന്നെ എങ്ങനെ ഇവിടെ പണം ഉണ്ടാവും? പിന്നെ ഒരു മാർഗം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഇവരുടെ സംഘടിത സ്ഥലങ്ങളിൽ നമ്മുടെ നാട്ടിലെ മുതിർന്നവരായ ആൾക്കാരെ കൂട്ടി ഇടയ്ക്ക് ഒരു സെർച്ചിങ് ഒക്കെ നടത്താം. കാരണം വേറെ ഒന്നും ചെയ്യാനല്ല, സാക്ഷരത മറ്റേ പോലീസ് ആകാനുമല്ല ഞാൻ പറയുന്നത്. നമ്മൾ അന്വേഷിക്കണം ഇവിടെ എന്താ നടക്കുന്നത്. എന്തോരം കേസുകൾ വന്നിരിക്കുന്നു. ഈ കഞ്ചാവ് കോളേജിൽ കൊണ്ടു കൊടുത്തൊക്കെ ഈ അന്യനാട്ടുകാരാണ്, അന്യ സംസ്ഥാനക്കാരാണ്. അവരവിടെ ഇഷ്ടംപോലെ സുലഭമാണ് ഈ സാധനം. പിന്നെ അനധികൃതമായി ചോദിക്കുന്ന ആനുകൂല്യം ഒന്നും ഇവർക്ക് ഇനി അനുവദിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നു. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ ഈ പറഞ്ഞത്. കാരണം ഒരുപാട് പേരെ വെച്ച് പണിയെടുപ്പിച്ചവരാണ്. അതുപോലെ ഈ പാൻ പരാഗ് പോലെയുള്ള മാരക ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന വീട്ടിൽ പോലും കയറ്റരുത് ഞാൻ പറയാം. അവർ പണി കൊടുക്കരുത്. നമ്മുടെ മക്കൾ അതുകൊണ്ടാണ് പഠിച്ചു വരുന്നത്. പിന്നെ ഈ പണിസ്ഥലത്ത് ആവശ്യങ്ങൾക്കല്ലാതെ ഈ ഫോൺ ചെയ്ത് പരിപാടി തന്നെ നടത്തണം. ഇവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ഇത് കാര്യം വെറുതെ ഫോൺ ചെയ്ത് സമയം കളയാണ്. സമയമാകുമ്പോൾ പോവുകയും ചെയ്യും. വന്നില്ല, അവർ നാളെ വരില്ല. അപ്പൊ നമുക്ക് പണിക്കായിരിക്കാൻ പറ്റിയല്ലോ. അപ്പൊ നമ്മൾ പണിക്ക് വിളിക്കും. ഇതൊക്കെ നമ്മൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എവിടെയുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ വരും തലമുറ വലിയ കഷ്ടത്തിലേക്ക് പോകും. പിന്നെ ഞാൻ പറയുന്നത് എന്താ, ഈ ഉച്ചപ്പണി സിസ്റ്റം എപ്പോഴും എല്ലാവരും നിർത്തി കളയുക. വലിയ ഭവിഷ്യത്താണ് നമ്മൾ കൊണ്ടുവരുന്നത്. നമ്മുടെ ഈ ലോകത്ത് മുഴുവൻ 8 മണിക്കൂർ പണിയെടുക്കുന്നത്. ഇവർക്ക് എന്താ വന്ന് ഈ ഉച്ചപ്പണിയാക്കി കൊടുക്കുന്ന കാര്യത്തിൽ ഇവിടെ എന്ത് വരുമാനമാണ് നിങ്ങൾക്ക് ഉള്ളത്? ഈ നാട്ടിൽ ഒരു കാര്യം ഓർത്തോ, കർണാടകയും തമിഴ്നാടും ആന്ധ്രയും 4 ദിവസം നമ്മൾ അവരുടെ അതിർത്തി അടച്ചാൽ കേരളത്തിലുള്ളവരെ ഞണ്ണാൻ പോലും ഇല്ലാത്തവരാ. ഒന്നുമില്ലാന്ന് പറയണം. ഗൾഫിൽ നിന്ന് ഇതിന് പണം മാത്രമായിട്ട് ഇവിടെ ചോദിച്ച് അതും കഴിഞ്ഞിരിക്കുന്നു. കാരണം അവർക്ക് ബോധം വന്നു. അവിടെ ഇതേ അവസ്ഥയായിരുന്നു. ഇപ്പം ഗൾഫിലൊക്കെ ഇങ്ങനെ വെച്ചാൽ അവർ ജോലി റിസർവ് ചെയ്ത് കഴിഞ്ഞു. ഞങ്ങളുടെ സ്വദേശത്തുള്ളത് പണി വേണമെന്നുള്ളത്. അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ളത് ഒന്ന് ഓർത്തിരുന്നോ, വരും തലമുറ വളരെ കഷ്ടപ്പെടേണ്ടി വരും. പിന്നെ വ്യക്തമായ ആധാർ, ഇതര രേഖകളില്ലാതെ ഒരുത്തരം പണിക്ക് കയറ്റരുത്. അങ്ങനെ ഇല്ലാത്തവരെ കണ്ടാൽ ഉടനെ പോലീസില്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കണം. അതുപോലെ ഇനി വരുന്ന മനുഷ്യൻ എന്ന് വെച്ചാൽ നിയമപാലകർ ഇവരുടെ അടുക്കൽ നമ്മുടെ നാട്ടിലെ പിള്ളേരെ നടത്തി ചെക്കപ്പ് നടത്തുന്നതിനെ പകുതിയെങ്കിലും ഈ നിയമപാലകർ ഇവരുടെ സ്ഥലങ്ങളിലൊക്കെ ഇടയ്ക്ക് ഒരു സെർച്ച് നടത്തുന്നതൊക്കെ നല്ലതാണ്. ഒരുപാട് കാര്യങ്ങൾ വ്യക്തമായി അറിയുന്ന ആളാണ് ഞാൻ. ഒരുപാട് വർഷമായി ഇവരുടെ കൂടെ കിടക്കുകയും നടക്കുകയും പോവുകയും ചെയ്യുന്ന. നിങ്ങളൊരു കാര്യം ഓർത്ത്, 600 രൂപ ഒരു മേസ്തിരിക്കും, 400 രൂപ ഒരു ഹെൽപ്പർക്കും കൂലിയുള്ള നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ടാണ് ഈ 1000-1200 ഇവിടെ കിടന്ന് പേശുന്നത്. എന്ത് വരുമാനം ഉണ്ടായിട്ടാണ് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതൊക്കെ. അതുകൊണ്ട് എല്ലാവരും നമ്മൾ സംഘടിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഇവർ നമ്മളെ കൊണ്ട് പോകും. ബംഗാളിന്റെ അതേ അവസ്ഥ ഇവിടെയും വരും. അത് ഓർത്തിരുന്നാൽ നല്ലതായിരിക്കും. എനിക്ക് അത്രയൊക്കെ പറയാനുള്ളൂ. എന്തെങ്കിലും വിശദ വിവരങ്ങൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയേണ്ടവർ എൻ്റെ നമ്പറിൽ വിളിച്ചാൽ ഞാൻ വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല. 97 45 670 155 എന്ന എൻ്റെ നമ്പറിൽ വിളിച്ചാൽ ഞാൻ കൃത്യമായ രേഖകളും കാര്യങ്ങളും പറഞ്ഞു തരാൻ സന്നദ്ധനാണ്. എനിക്ക് അറിവുകൊണ്ട് അതിനെപ്പറ്റി. ഞാൻ ഈ ഇന്ത്യ രാജ്യം മുഴുവൻ അറിയും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ഒന്ന് ഒരുമിച്ച് നിന്നാൽ വലിയ ഗുണം ചെയ്യും. ഇത് നാട്ടിൽ എനിക്കെന്ത് കാര്യം അങ്ങനെ പോകരുതാരും. വളരെ ശ്രദ്ധിക്കുക ഇവരുടെ കാര്യത്തിൽ. ഓക്കെ, ബൈ ബൈ.